ഹലോ, വെൽക്കം ബാക്ക്. 2 മാസത്തെ അമേരിക്കൻ യാത്ര കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോഴേ എൻ്റെ പച്ചക്കറിത്തോട്ടം എല്ലാം പോയി. ഒന്നുപോലും ഇനിയില്ല. ആകെ ഉള്ളത് കുറച്ച് മുളകും കുറച്ച് വീതിപ്പയറും. ബാക്കിയുണ്ടായിരുന്ന വെണ്ട, വഴുതന, ബാക്കി എന്തൊക്കെ ഉണ്ടായിരുന്നോ അത് മുഴുവനും ചീത്തയായിപ്പോയി. എൻ്റെ പച്ചക്കറിത്തോട്ടം കണ്ടപ്പോഴേ വളരെ സങ്കടം തോന്നി. എന്നാലും കുഴപ്പമില്ല, വിത്തിനുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇനി ആ വിത്തുകൾ എടുത്തു വെച്ചിട്ട് നിലമൊരുക്കി ഒന്നേന്ന് തുടങ്ങണം. ഇവിടെ 1 അല്ല 2 അല്ല 3 പേര്. അങ്ങനെ 2 മാസങ്ങൾക്ക് ശേഷം എനിക്ക് കിട്ടിയ വിളവാണിത്. ഇവരാണ് എനിക്ക് ഏറ്റവും കൂടുതൽ തന്നത്. പയർ, പിന്നെ ഇതേ മുളക്, പിന്നെ ബ്രിഞ്ചോള് ഇനിയും കുറച്ചുകൂടെ നിപ്പുണ്ട്, അതൊന്നും മൂത്തിട്ടില്ല. പിന്നെ വിത്തിനുള്ള എല്ലാ സാധനങ്ങളും നിപ്പുണ്ട്. അതുകൊണ്ട് ഇത്രയെങ്കിലുമൊക്കെ കിട്ടിയത് കൊണ്ട് എനിക്ക് ഹാപ്പി കേട്ടോ. മുടങ്ങിക്കിടന്ന ഓരോ കാര്യങ്ങളും ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യാണ്. എന്നും രാവിലെ ജോക്കുട്ടിന് ടാറ്റ പോകണം. പച്ചക്കറിയൊക്കെ കൃഷി ചെയ്യുന്നവർക്കറിയാം, നമ്മുടെ ശ്രദ്ധയും പരിചരണവും ഡെയിലി ഇല്ലെങ്കിൽ ഇതൊക്കെ എങ്ങനെയായി പോകുന്നത്. എൻ്റെ തോട്ടം കണ്ടാൽ മതി, ഇപ്പം നമുക്ക് കരച്ചിൽ വരും. ഒരു കൊച്ചു കുഞ്ഞിനെ വളർത്തിയെടുത്തുകൊണ്ട് വരുന്ന പോലെ ഡെയിലി അതിൻ്റെ മൂട്ടിൽ പോയിരുന്ന് അതിന് മരുന്ന് കൊടുത്ത് വളം കൊടുത്ത് അങ്ങനെ പരിപാലിച്ചാൽ മാത്രമേ നമുക്ക് നല്ല കൃഷികളുണ്ടാകാൻ പറ്റൂ. എന്ത് പച്ചക്കറി കിട്ടിക്കൊണ്ടിരുന്ന എൻ്റെ തോട്ടമാണ് ഇപ്പം കണ്ടു കഴിഞ്ഞാൽ വളരെ പരിതാപകരമാണ്. ഇതാണ് എൻ്റെ വഴുതനയുടെയും വെണ്ടയുടെയും ഒക്കെ അവസ്ഥ. എല്ലാത്തിലും ഇത് ഒരു കമ്പ് മാത്രമുണ്ട്, ബാക്കിയെല്ലാം പുഴു കുത്തി ഈച്ചയും കടിച്ച് എല്ലാം ചീത്തയായിപ്പോയി. ഇതെല്ലാം ഇനി ഒന്നേന്ന് റീസ്റ്റാർട്ട് ചെയ്യണം. ഇത് എൻ്റെ ഉണ്ട ബ്രിഞ്ചോള് ഒരെണ്ണമുള്ള ഇങ്ങനെ വാടിപ്പോയി, പുഴുവാണ് നിറച്ച് നിൽക്കുന്നത്. പിന്നെ എല്ലാത്തിലും പുഴുക്കുത്ത. ആനക്കൊമ്പം വേണ്ട പിന്നെ നിപ്പുണ്ട് കേട്ടോ. ഇത് നമുക്ക് വിത്തിനെടുക്കാം, അതുകൊണ്ട് അതൊരു പ്രശ്നമാവില്ല. ഇവിടുത്തെ വെണ്ട എല്ലാം പോയി, എല്ലാത്തിലും പുഴുവാണ് കുത്തിയിരിക്കുന്നത്. പ്രോപ്പറായിട്ട് മരുന്നും കെയറും ഇല്ലാത്തതുകൊണ്ട് പറ്റിയതാണ്. അപ്പം നമ്മൾ കെയർ കൊടുത്തില്ലെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും. എന്തൊക്കെയാണെങ്കിലും എല്ലാം പോയിട്ടില്ല, കുറച്ചൊക്കെ ഉണ്ട്. പിന്നെ മുളകുണ്ട്, പിന്നെ വീതിപ്പയറുണ്ട്, പിന്നെ നമ്മുടെ വഴുതനങ്ങയുണ്ട്, പിന്നെ പപ്പായ. അതിന് നമ്മൾ വളരെ ശ്രദ്ധ കൊടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നിൽപ്പുണ്ട്. അപ്പോൾ ഉള്ളതൊക്കെ നമുക്കങ്ങ് പറിച്ചെടുത്തേക്കാം. എന്നിട്ട് വേണം ഇനി ഒന്നേന്ന് സകലതും മൂടോടെ പിഴുതെടുത്തിട്ട് മണ്ണൊരുക്കി നമുക്കിനി കൃഷി ചെയ്യാൻ. ഇതെല്ലാം എൻ്റെ മുളകിൻ്റെ സ്ഥലമായിരുന്നേ. മിക്ക മുളകുകളും പഴുത്തുപോയി, എന്നാലും കുഴപ്പമില്ല, ഉള്ളതിനെ നമുക്ക് ഇങ്ങനെ മുറിച്ചെടുത്തേക്കാം. അവിടെ എല്ലാം ഉണ്ട്, എല്ലാം പഴുത്ത് നിൽക്കുകയാണ്. സോ നമുക്കൊന്നുപോലും കളയാതെ ഉള്ളതൊക്കെ നമുക്കിങ്ങനെ മുറിച്ചെടുത്തേക്കാം. എല്ലാം നല്ല മൂത്ത് പോയി കേട്ടോ. ശരിക്കും നമ്മുടെ ശ്രദ്ധ വേണ്ട ഒന്നാണ് പച്ചക്കറി. നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റത്തില്ല. ചെയ്താലോ എന്നും അതിൻ്റെ അടുത്ത് വന്ന് അതിനാവശ്യമുള്ള കാര്യങ്ങളൊക്കെ നമ്മളായിട്ട് ചെയ്തു കൊടുക്കണം. ഇതൊന്നും ഞാൻ എടുത്ത് കളയില്ല, കാരണം ഇതിലൊക്കെ ഇനിയും ഉണ്ടാകും. ഇതിനെയൊക്കെ ഒന്ന് പിടിച്ച് കെട്ടി വളമൊക്കെ ഇട്ട് മരുന്നൊക്കെ അടിച്ചു കൊടുക്കത്തേ ഉള്ളൂ. ഇവിടെ ഒക്കെ നിറച്ച് പഴുത്ത മുളക് നിൽക്കുക കേട്ടോ. ഇതൊക്കെ നല്ല പഴുത്ത് പോയി. ഓരോ ചെടിയിലും നല്ലപോലെ മൂത്ത് നിൽപ്പുണ്ട്. പിന്നെ ഇതിനൊന്നും വലിയ മെയിൻ്റനൻസ് ഇല്ലാത്ത സാധനങ്ങളായതുകൊണ്ട് ഇതൊക്കെ നിന്നു. പക്ഷേ എൻ്റെ വഴുതനയും വെണ്ടയും ഓൾമോസ്റ്റ് എല്ലാം പോയി. ഇവിടെയൊക്കെ മുറിച്ചെടുക്കാനുണ്ട്.
ഇതിനകത്ത് ചില ചെടികളൊക്കെ കംപ്ലീറ്റ് ആയിട്ട് പോയി, അതൊക്കെ നമുക്ക് മറിച്ച് മാറ്റണം. ഇവിടെ ഒരു വലിയ പഴുത്തതും ഇതൊരു നല്ല മൂത്തതും പിന്നെ ഉണ്ട് കേട്ടോ. 2-3 എണ്ണം ഉണ്ട് ഇവിടെ. ഒരു തടുപ്പെന്ന് തന്നെ കിട്ടിയതാണ് ഇത്രയും. ഇവിടെയുണ്ട്. ഈ ഒരു ഏരിയയിൽ നിന്ന് തന്നെ പഴുത്തതും പഴുക്കാത്തതുമായി ഇത്ര മുളക് കിട്ടി. ഇനിയുണ്ട് വേറെ പറിക്കാൻ, പയറൊക്കെ ഉണ്ട്, അതുകൂടി ഇന്നങ്ങ് പറിച്ചേക്കാം. ഇതില്ലാവാണേ നമ്മുടെ വഴുതനകൾ. ഇവിടെ ഒരെണ്ണം നല്ല പഴുത്ത് നിൽപ്പുണ്ട്, ഇത് നമുക്ക് വിത്തിന് നിർത്താം. പക്ഷേ ഇവിടുന്ന് മൂത്ത 1-2 എണ്ണം നമുക്ക് പറിക്കാനുണ്ട്, അതുകൂടെ പറിച്ചേക്കാം. ഇത് നമ്മുടെ വെള്ള വഴുതനയാണ്, അപ്പോൾ ഇതങ്ങ് മുറിച്ചെടുക്കാം. ഇത് നല്ല മൂത്തതാണ്. ഇവിടെ ഒരെണ്ണമുണ്ട്, ഇത് മൂത്തതാണ്, അപ്പോൾ ഇതും അങ്ങ് എടുത്തേക്കാം. നമ്മുടെ വീതിപ്പയറിൻ്റെ ഏരിയയാണ്. പയറങ്ങ് വല്ലാണ്ട് തഴച്ച് കയറി നിറച്ച് നിൽക്കുകയാണ്, അങ്ങ് കാട് പിടിച്ച പോലെയായി. ഇനി ഇതെല്ലാം നമുക്ക് വെട്ടി മാറ്റണം. ഇതിനകത്ത്, ഈ കാടിനകത്ത് പലരും ഒളിച്ചിരിപ്പുണ്ട്. ഇതുപോലെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. ഇങ്ങനത്തെ ആൾക്കാർ നിറച്ചുണ്ട്. ഈ 3 എണ്ണം ഉണ്ടെങ്കിൽ ഒരു നേരത്തെ തോരനായി. അപ്പോൾ നമുക്കിതിനെ കൂടെ ഇങ്ങെടുത്തേക്കാം. ഇതിൻ്റെ അകത്തൊക്കെ കയറി പറിക്കുക എന്നുള്ളതാണ് ടാസ്ക്, അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഇവിടെ എല്ലാം നിൽക്കുകയാണ്, ഇതിനടി കയറണം. ഇതാണ്ടേ ഇവിടെ വലിയ ഒരെണ്ണമുണ്ട്. ഈ ഏരിയയിൽ നിന്ന് മാത്രം കിട്ടിയതാ ഇത്രയും വീതിപ്പയർ, വഴുതന, പിന്നെ ഇതാണ്ട് മുളക്. ഇനി അപ്പുറത്തുകൊണ്ട് വീതിപ്പയർ കുറച്ച് നിൽപ്പ്, അതുകൂടെ നമുക്ക് പറിച്ചെടുക്കാം. അമ്മയുടെ കുഞ്ഞ് ഇത് അമ്മയുടെ പൊന്ന്. അമ്മയുടെ കുഞ്ഞുകൊണ്ട് ഇതാണ്ട് നിൽക്കണേ. അയ്യോ എൻ്റെ ദൈവമേ, എന്തുണ്ടെന്ന് വിശേഷമൊക്കെ? സുഖമായിരുന്നോ കൊച്ചിന്? കുത്തിയോ? എൻ്റെ കൊച്ചിൻ്റെ കുത്തി കിട്ടിയോ? മരുന്ന് കഴിപ്പിച്ചോ? വാവ് വരുമെന്നും പറഞ്ഞ് പോട്ടെ അമ്മ വന്നല്ലോ കേട്ടോ, ഇനിയൊക്കെ ശരിയാവും. സന്തോഷം. യാതൊരു കെയറും കൊടുത്തില്ലെങ്കിലുമേ ഇങ്ങനെയുള്ളവർക്ക് ഒരു പ്രശ്നവും സംഭവിക്കില്ല. ഇത് ഇത്രയും വലുതായിട്ട് നിൽക്കുക, പക്ഷെ ഞാൻ ഇത് പറിക്കുന്നില്ല, ഇത് നമുക്ക് വിത്തിന് നിർത്താം. അത്രയ്ക്കങ്ങ് മൂത്തു, നല്ല വലുതാണ്. ഇതിൻ്റെ ഇടയ്ക്കെല്ലാം കിടപ്പുണ്ട് കേട്ടോ, ശരിക്കും പറിക്കാൻ ബുദ്ധിമുട്ടാണ്, അതുപോലെ കിടക്കുക. ഇവിടെ 2 എണ്ണം ഉണ്ട്. ഇതിൽ നിന്ന് ഒരു കാര്യം മനസ്സിലായി, ഇങ്ങനെ ഈ പയറുവർഗ്ഗങ്ങൾ പോലെയുള്ളതൊക്കെ ഇങ്ങനെ നട്ടിട്ട് പോയാലും ഒന്നും സംഭവിക്കില്ല. അതൊക്കെ അതിൻ്റെ രീതിക്കനുസരിച്ച് വളർന്നോളും. നമ്മൾ അധികം കെയറൊന്നും കൊടുക്കണ്ട, വലിയ പുഴുക്കുത്തും ഒന്നും ഉണ്ടാവില്ല, എന്നാൽ നമുക്ക് ആവശ്യത്തിനുള്ളത് കിട്ടുകയും ചെയ്യും. വീണ്ടോ ഇപ്പം കിട്ടിയത് 2 എണ്ണം. ഇതൊക്കെ വലിയതാണ് കേട്ടോ, ഇതൊന്നും മൂത്ത് പോയിട്ടില്ല. ഇത് 2 വെറൈറ്റി ആയിരിക്കും ഇവിടെ ഉള്ളത്. അത് അത്ര വലുതാകാത്തത്, ഇത് നല്ല വലുതാകുന്നതും. ഈ ഇലകളുടെ ഇടയ്ക്ക് ഇനിയും നിപ്പുണ്ട്. ഇത് കണ്ടോ എത്ര വലുതാണിത്, കാണത്തില്ല അല്ലേ? ഇത് വലുതാണ്. 2 എണ്ണം ഉണ്ടെങ്കിൽ ഒരു വീട്ടിലെ ഒരു നേരത്തെ തോരനുള്ളതായി. കണ്ടോ, അധികം കെയർ കൊടുക്കാഞ്ഞിട്ടും ഒരു വളം ഇടാഞ്ഞിട്ടും മരുന്നടിക്കാഞ്ഞിട്ടും ഇവരിൽ പടർന്ന് പന്തലിച്ച് ഇത്രയായി വലിയ കാട് പോലെ നിൽക്കുക. അപ്പോൾ ഇതിൽ നിന്ന് ഒരു കാര്യം മനസ്സിലായി, അധികം സമയമില്ലാത്തവർക്കും എന്നാൽ പച്ചക്കറി കൃഷി ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർക്കൊക്കെ പറ്റിയൊരു സംഭവം കേട്ടോ ഈ വീതിപ്പയർ. ഇത് ചീത്തയായി പോകില്ല, നമ്മളൊന്ന് നട്ടുകൊടുത്ത് അതങ്ങ് കയറിക്കഴിഞ്ഞാൽ അത് അതിൻ്റെ രീതിയിൽ അങ്ങ് വളർന്ന് കായ്ച്ചോളും. ഇതിൽ നിന്നേ ഒരു കാര്യം മനസ്സിലായി, അധികം പരിചരണമോ കെയറോ വളവോ മരുന്നോ ഒന്നും കൊടുത്തില്ലെങ്കിലും ഇവർ ഇങ്ങനെ പടർന്ന് പന്തലിക്കും. അപ്പം വലിയ സമയമില്ലാത്തവർക്കും എന്നാൽ പച്ചക്കറി ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർക്കൊക്കെ പറ്റിയൊരു സാധനം കേട്ടോ വീതിപ്പയർ. ഇതൊക്കെ വെച്ച് കൊടുത്താൽ മതി, ഇവരുടേതായ രീതിയിൽ കയറി വളർന്ന് കായ്ച്ചോളും. കഴിഞ്ഞ 2 മാസമായിട്ടേ പ്രകൃതി നൽകുന്ന വളവും മരുന്നും പിന്നെ സൂര്യപ്രകാശവും വെള്ളമൊക്കെ ഉള്ളൂ ഇവർക്ക്. അല്ലാതെ ആരും ഇതിനകത്ത് മനുഷ്യരായിട്ട് ഒന്നും ചെയ്തിട്ടില്ല.
എന്നിട്ട് പോലും ഇവരിത്രയും നമുക്ക് വിളവ് തന്നില്ലേ. അങ്ങനെ 2 മാസങ്ങൾക്ക് ശേഷം എനിക്ക് കിട്ടിയ വിളവാണിത്. ഇവരാണ് എനിക്ക് ഏറ്റവും കൂടുതൽ തന്നത്. പയർ, പിന്നെ ഇതേ മുളക്, പിന്നെ ബ്രിഞ്ചോൾ ഇനിയും കുറച്ചുകൂടെ നിപ്പുണ്ട്, അതൊന്നും മൂത്തിട്ടില്ല. പിന്നെ വിത്തിനുള്ള എല്ലാ സാധനങ്ങളും നിപ്പുണ്ട്. അതുകൊണ്ട് ഇത്രയെങ്കിലുമൊക്കെ കിട്ടിയത് കൊണ്ട് എനിക്ക് ഹാപ്പി കേട്ടോ. ശരിക്കും പറഞ്ഞാലേ എൻ്റെ പച്ചക്കറിത്തോട്ടം കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം തോന്നി. പിന്നെ വിചാരിച്ചു ഇതൊരു നല്ലതാണ്, ഒന്നേന്ന് തുടങ്ങാം. എനിക്ക് ആവശ്യമുള്ള രീതിയിൽ ആവശ്യമുള്ള പാറ്റേണിൽ കൃഷി ചെയ്തെടുക്കാം.